ആലുവയ്ക്കടുത്ത് പെരിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബാംഗ്ലൂരിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ആൻലിയയുടെ മരണം ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിയപ്പോൾ ആൻലിയയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് വെളിപ്പെടുത്തി പിതാവ് ഹൈജിനസ് രംഗത്ത്. മരണം ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നും ഹൈജിനസ് പറഞ്ഞു. ആൻലിയ ആത്മഹത്യ ചെയ്തതാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി അന്വേഷണം നടത്തി തുടങ്ങി വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഹൈജിനസ് ആരോപിച്ചു. ആൻലിയെ ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറ്റിവിട്ടുവെന്നാണ് ഭർത്താവ് ജസ്റ്റിൻ പറയുന്നത്. അതേ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ പോലീസിന് കൈമാറാത്തത് സംശയാസ്പദമാണ്. അന്നേ ദിവസം CCTV പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ CCTV പ്രവർത്തിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സംഭവത്തിന് മുൻപും ശേഷവുമുള്ള ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാണെന്നിരിക്കെ അന്നേ ദിവസം മാത്രം CCTV പ്രവർത്തിച്ചില്ല എന്ന മറുപടി ദുരൂഹമാണെന്നും ഹൈജിനസ് പറയുന്നു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരനായ ജസ്റ്റിന്റെ പിതാവ് സ്വാധീനം ഉപയോഗിച്ച് ദൃശ്യങ്ങൾ നശിപ്പിക്കുകയോ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തെളിവില്ലാതാക്കുകയോ ചെയ്തെന്നുമാണ് തന്റെ സംശയമെന്നും ഹൈജിനസ് ആരോപിച്ചു. കൊലപാതക സാധ്യത സംശയിക്കാവുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഷ്യം. എന്നാൽ ആൻലിയുടെ ഭർത്താവ് ജസ്റ്റിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ആത്മഹത്യാ പ്രേരണ സ്ഥിരീകരിക്കാവുന്ന SMS സന്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആൻലിയുടെ ഡയറി കുറിപ്പുകളും പോലീസ് അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 28-ന് രാത്രിയാണ് ആലുവയ്ക്കടുത്ത് പെരിയാറിൽ നിന്നും ആൻലിയ എന്ന 25-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവുമായി നിരന്തരം പ്രശ്നമുണ്ടായിരുന്നതായും ഭർത്തൃവീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നതായും തന്റെ ഡയറിയിൽ ആൻലിയ കുറിച്ചിരുന്നു. കാണാതാവുന്നതിന് മുൻപ് ആൻലിയ സഹോദരൻ അയച്ച സന്ദേശത്തിലും ഭർത്താവിനെ കുറിച്ചും ഭർത്തൃമാതാവിനെ കുറിച്ചും പറയുന്നുണ്ട്. സംഭവ ദിവസം ബാംഗ്ലൂരിലേക്ക് പരീക്ഷയ്ക്ക് പോകാൻ ജസ്റ്റിനാണ് ആൻലിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും അതാണ് പെട്ടെന്നുള്ള ആത്മഹത്യക്ക് കാരണമെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം 2019 ജനുവരി 19-ന് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു യൂട്യൂബ് വീഡിയോയിൽ ആൻലിയ ഹൈജിനസിന്റെ മരണത്തിൽ തനിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സമർത്ഥിച്ച് ഭർത്താവ് ജസ്റ്റിനും എത്തിയിരുന്നു. ആൻലിയ നല്ല മിടുക്കിയായിരുന്നു. പാട്ടുപാടാനും പഠിക്കാനുമൊക്കെ നല്ല മിടുക്കിയായ കുട്ടിയായിട്ടായിരുന്നു ഞാൻ ആദ്യം വിലയിരുത്തിയത്. ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു. പിന്നീട് ചില സമയങ്ങളിൽ ആൻലിയയുടെ പെരുമാറ്റം അസ്വാഭാവിക പെരുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. വാശിയും ദേഷ്യവും ഒക്കെ ആയിട്ടാണ് ആദ്യം മനസ്സിലാക്കിയത്. മാതാപിതാക്കൾ വിദേശത്ത് ജോലിയിലായിരുന്നതിനാൽ ആൻലിയ കുഞ്ഞുനാളിൽ തൊട്ട് പപ്പയും മമ്മിയും ഇല്ലാതെ ഒറ്റപ്പെട്ട് പല വീടുകളിലും ഹോസ്റ്റലുകളിലുമൊക്കെ ആയിട്ടായിരുന്നു ജീവിച്ചത്. സ്നേഹം കിട്ടാത്തതിന്റെ പ്രശ്നമായിരിക്കാം എന്നായിരുന്നു ആദ്യം ഞാൻ മനസ്സിലാക്കിയത്. ഏകദേശം 1 വർഷം മുമ്പ് ആൻലിയുടെ എഴുത്തുകുത്തുകളും മറ്റും കണ്ടിട്ട് ഞാനും എൻ്റെ അപ്പച്ചനും ആൻലിയുടെ പപ്പയെ വിളിച്ചിട്ട് എറണാകുളത്തുള്ള അവരുടെ വീട്ടിൽ പോയി സംസാരിക്കുകയുണ്ടായി. ആൻലിയ ആത്മഹത്യാക്കുറിപ്പുകളും എഴുതിയിരുന്നു. അന്ന് ആൻലിയുടെ പപ്പ പറഞ്ഞത് ഇതവളുടെ കുട്ടിക്കളിയാണ്, ഇതൊക്കെ മാറിക്കൊള്ളും, ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം, ഇതൊന്നും പുറത്താരോടും പറയരുത് എന്നൊക്കെയാണ്. ഇതിനൊക്കെ വ്യക്തമായ രേഖകളുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനും തയ്യാറാണ്. 1 വർഷം മുമ്പ് ആൻലിയ എഴുതിയതും വരച്ചതുമെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയതാണ്. ഇപ്പോൾ അവ എനിക്കെതിരെ ഉപയോഗിക്കുകയാണ്. ഡയറി എഴുതുന്ന ശീലമുള്ളയാളാണെങ്കിൽ കുഞ്ഞുനാൾ മുതൽ എഴുതുമല്ലോ. വിവാഹം കഴിഞ്ഞ ശേഷം മാത്രമുള്ള ഡയറികളാണ് ആൻലിയുടേതായി അവരുടെ കയ്യിലുള്ളത്. വിവാഹത്തിന് മുമ്പുള്ള ഡയറികൾ അവരുടെ മാതാപിതാക്കൾ എന്തിനു വേണ്ടിയാണ് നശിപ്പിച്ചു കളഞ്ഞത്? എന്തെങ്കിലും മറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. വിവാഹം നടക്കുന്ന സമയത്ത് ദുബായിൽ അക്കൗണ്ടന്റായി സ്ഥിരം ജോലിയായിരുന്നു എനിക്ക്. വിവാഹശേഷം ആൻലിയെ ദുബായിലേക്ക് കൊണ്ടുപോയത് എൻ്റെ ഫാമിലി വിസയിലാണ്. ദുബായിലെത്തി 2 മാസങ്ങളിൽ തന്നെ ആൻലിയുടെ സ്വഭാവത്തിൽ വളരെ വ്യത്യസ്തമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. രാത്രികാലങ്ങളിൽ ഉറങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യും. ആ സമയത്ത് ആൻലിയ ഗർഭിണിയുമായിരുന്നു. ഇതോടെയാണ് നല്ല വരുമാനമുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത്. കൗൺസിലിങ്ങോ ചികിത്സയോ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറുമെന്ന് കരുതി തിരിച്ചു പോകാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. താൽക്കാലിക ജോലിയല്ലായിരുന്നുവെന്ന് തെളിയിക്കാനുള്ള മുഴുവൻ തെളിവുകളും എൻ്റെ പക്കമുണ്ട്. ആൻറ്റിയുടെ മൃതശരീരം ഞങ്ങളുടെ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷേ അത് ആൻലിയുടെ ബന്ധുക്കളും മാതാപിതാക്കളും എതിർത്തു.
എറണാകുളത്ത് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പോകാൻ തയ്യാറെടുത്തതായിരുന്നെങ്കിലും അവളുടെ പള്ളിയിലെ വൈദികൻ വരേണ്ടതില്ലെന്ന് അറിയിച്ചതുകൊണ്ടാണ് പോകാതിരുന്നത്. ആൻലിയെ ബാംഗ്ലൂരിൽ MSc നഴ്സിംഗിന് അയച്ചത് അപകടകരമായ ചിന്തകളും വിഷാദവുമെല്ലാം മാറാൻ വേണ്ടിയാണ്, അല്ലാതെ വീട്ടുകാർ ആരോപിക്കുന്നത് പോലെ നിർബന്ധിച്ചയച്ചതല്ല. തന്റെ മാതാപിതാക്കൾ വിദേശത്തായിരുന്നതിനാൽ അവരുടെ സ്നേഹവും വാത്സല്യവും ലഭിക്കാതെ വളർന്ന കുട്ടിയാണ് താനെന്നും ആ അവസ്ഥ നമ്മുടെ മോനുണ്ടാവരുതെന്നും ആൻലിയ എപ്പോഴും പറയുമായിരുന്നു. ആൻലിയയ്ക്ക് ഇത്തരം സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഡിവോഴ്സിന് ശ്രമിക്കാതിരുന്നത് എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നത് കൊണ്ടാണ്. ഞങ്ങൾ കുറെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഡിവോഴ്സിന് ശ്രമിക്കാതെ ആൻലിയയുടെ പ്രശ്നങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിച്ചത്. ആൻലിയയുടെ മരണത്തിൽ പങ്കില്ലെന്ന് തെളിയിക്കാൻ മതിയായ തെളിവുകൾ എൻ്റെ പക്കമുണ്ട്. എൻ്റെ കുഞ്ഞിനു വേണ്ടി ധൈര്യത്തോടെ മുന്നോട്ട് പോകും. കുഞ്ഞുങ്ങളെ തനിച്ചാക്കി ജോലി തേടി വിദേശത്തും മറ്റും പോകുന്നവർക്ക് ആൻലിയയുടെ മാനസികാവസ്ഥയും അവളുടെ ജീവിതവും പാഠമാകണമെന്നായിരുന്നു ജസ്റ്റിന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.